കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഏകാധിപതി പ്രയോഗം. അത് രാഷ്ട്രീയ അകത്തളങ്ങളിൽ പുതിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടത്. ഗണേഷ് കുമാർ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണോ അതോ സുകുമാരൻ നായരെയാണോ എന്നാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്ന ചോദ്യം. NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ കൊട്ടാരക്കരയിൽ നടത്തിയ പ്രതികരണങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. ഏകാധിപതികൾ തകർന്നടിയും എന്ന ഗണേഷിൻ്റെ പരോക്ഷമായ പരാമർശം അതാരെ ലക്ഷ്യമിട്ടാണെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പ്രത്യക്ഷത്തിൽ ഇത് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമാണെങ്കിലും ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഖ്യാതങ്ങൾ അതിലും ആഴത്തിലുള്ളതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഡയറക്ടർ ബോർഡിൽ നിന്ന് തന്നെ പുറത്താക്കിയ നടപടിക്ക് പിന്നിൽ വ്യക്തിപരമായ വിദ്വേഷവും ജനാധിപത്യ വിരുദ്ധമായ സമീപനവുമാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ലോക ചരിത്രത്തിലെ ഏകാധിപതികളുടെ പതനം ഓർമ്മിപ്പിച്ചുകൊണ്ട് സുകുമാരൻ നായരുടെ പേരെടുത്ത് പറയാതെയായിരുന്നു ഗണേഷ് കുമാറിൻ്റെ കടന്നാക്രമണം. സമുദായ സംഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന അസംതൃപ്തി അത് പരസ്യമാക്കുന്നതിലൂടെ പെരുന്നയിലെ കൊട്ടാര ഭരണത്തിനെതിരെ കൃത്യമായ ഒരു പടനീക്കത്തിനാണ് ഗണേഷ് കുമാർ വഴിമരുന്നിട്ടത്. എന്നാൽ പിണറായി വിജയനെയോ ഇടതുപക്ഷത്തെയോ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ഗണേഷിൻ്റെ ഈ ഏകാധിപത്യ പ്രയോഗമെന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ അത് പല കോണിൽ നിന്നും ഉയരുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിന് സാധ്യതയില്ല. ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഗണേഷ് കുമാർ സംസ്ഥാന സർക്കാരുമായോ ഇടതുപക്ഷവുമായോ തർക്കത്തിലല്ല. മറിച്ച് അതേ വേദിയിൽ വെച്ച് തന്നെ CPMൻ്റെ പോഷക സംഘടനയായ DYFIയുടെ പൊതിച്ചോറ് വിതരണത്തെ അതിനെ ന്യായീകരിക്കുകയും ചെയ്തത് ശ്രദ്ധേയമാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഗണേഷിൻ്റെ ലക്ഷ്യം പിണറായി വിജയനല്ല, പകരം പെരുന്നയിലെ ചെങ്കോലാണെന്ന്. മുഖ്യമന്ത്രി VD സതീശനെ പിന്തുണച്ചുകൊണ്ട് ഗണേഷ് നടത്തിയ പ്രസ്താവനകളും സുകുമാരൻ നായർക്കുള്ള കൃത്യമായ മറുപടിയാണ്. സതീശൻ NSSനെ അധിക്ഷേപിച്ചുവെന്ന പെരുന്നയുടെ ഔദ്യോഗിക നിലപാടിനെ ഗണേഷ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. സതീശൻ തൻ്റെ സുഹൃത്താണെന്നും സമുദായത്തെ അധിക്ഷേപിക്കുന്ന ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നും വ്യക്തമാക്കിയതിലൂടെ NSS നേതൃത്വം രാഷ്ട്രീയ താല്പര്യങ്ങളോടെയാണ് മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞതെന്ന സന്ദേശമാണ് ഗണേഷ് കുമാർ നൽകുന്നത്. മന്നത്ത് പത്മനാഭൻ്റെ സമാധി മന്ദിരം എല്ലാവർക്കുമായി തുറന്നു നൽകണമെന്ന ഗണേഷിൻ്റെ ആവശ്യം സുകുമാരൻ നായരുടെ കുത്തക അവകാശങ്ങൾക്കെതിരെയുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് പ്രവേശനമുള്ളതുപോലെ മന്നത്തിനെ ആദരിക്കുന്ന ആർക്കും സമാധിയിൽ വരാൻ അവസരമുണ്ടാകണമെന്ന യുക്തിയാണ് ഗണേഷ് കുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. സമാധി മന്ദിരവും NSSും കുറച്ചുപേരുടെ മാത്രം സ്വകാര്യ സ്വത്തല്ലെന്ന പരസ്യ പ്രഖ്യാപനമാണിത്. അതാണ് നമ്മൾ ആ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ടത്. NSSനുള്ളിലെ ഒരു കൊട്ടാര വിപ്ലവം ഉണ്ടാകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം. മന്നത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ബാലകൃഷ്ണപിള്ളയുടെ മകനായ ഗണേഷ് കുമാറിനെ പോലൊരു നേതാവ് പരസ്യമായി രംഗത്ത് വന്നത് പെരുന്ന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കും. NSS ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് സുകുമാരൻ നായരെ പെട്ടെന്നൊരു അട്ടിമറിയിലൂടെ പുറത്താക്കുക എളുപ്പമല്ലെങ്കിലും അണികൾക്കിടയിലും ഭരണസമിതിയിലെ ഒരു വിഭാഗത്തിനിടയിലും അതൃപ്തി പുകയുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടുകളോട് അതിനോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറിയതും ഗണേഷിൻ്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. സുരേഷ് ഗോപിയെ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ ഗണേഷ് കുമാർ അദ്ദേഹം എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയില്ലെന്നാണ് വ്യക്തമാക്കിയത്. BJP നേതൃത്വമായോ അതേസമയം കേന്ദ്ര നേതൃത്വമായോ അനാവശ്യമായൊരു പോരിന് ഈ ഘട്ടത്തിൽ ഗണേഷ് കുമാർ മുതിരുന്നില്ല എന്നതിൻ്റെ സൂചനയാണിത്. ആശുപത്രികളിലെ പൊതിച്ചോറ് വിവാദത്തിൽ DYFIയെ പിന്തുണച്ചതിലൂടെ ഗണേഷ് കുമാർ ഇടതുപക്ഷവുമായുള്ള തൻ്റെ ആത്മബന്ധം വീണ്ടും ഉറപ്പിക്കുന്നു. കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ പാവപ്പെട്ട രോഗികൾക്കായി ഭക്ഷണം നൽകുന്ന ഈ കാരുണ്യ പ്രവൃത്തിയെ രാഷ്ട്രീയമായി അടിച്ചമർത്താൻ നോക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം തുറന്നടിച്ചു പറയുകയും ചെയ്തു. ആരോഗ്യരംഗത്തെ യഥാർത്ഥ പ്രശ്നങ്ങളായ മരുന്നുക്ഷാമവും അടിസ്ഥാന സൗകര്യ വികസനവുമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും ഗണേഷ് കുമാർ ഓർമ്മിപ്പിക്കുന്നു. ഗണേഷ് കുമാറിൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമാണ്. തന്നെ ഡയറക്ടർ ബോർഡിൽ നിന്ന്, അതായത് NSSൻ്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയതിന് സമുദായ മധ്യത്തിൽ സുകുമാരൻ നായരോട് കണക്ക് തീർക്കുക. ഒപ്പം NSSൻ്റെ അമരത്ത് ജനാധിപത്യപരമായ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരെയും സമുദായ അംഗങ്ങളെയും ഒരുമിച്ച് നിർത്തുക. ഇതിലൂടെ
പെരുന്നയിലെ നിലവിലെ നേതൃത്വത്തിന്മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്.